ഹലോ, വെൽക്കം ടു മിനി ഷിബു വ്ളോഗ്സ്. ഇന്ന് നമ്മളെ ഒരു സ്റ്റിച്ചിങ് വീഡിയോയോ കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല, ഒരു സങ്കടം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും ഒക്കെ വന്നതാണ്. എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഒരുപാട് സങ്കടത്തോടെയാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല, ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുമില്ല, ഇനിയും ചെയ്യണമെന്നുള്ള ആഗ്രഹവുമില്ല. ഇത് ചിലപ്പോൾ ഞാൻ അവസാനമായിട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഇനിയും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇതെൻ്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് അങ്ങനെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമായതുകൊണ്ട്, ഞാൻ മനസ്സിനകത്തുനിന്ന് എനിക്കങ്ങോട്ട് മാറാത്ത ഒരു വിഷമമായതുകൊണ്ട് ഞാനിതിനെക്കുറിച്ച് സംസാരിക്കുവാണേ. ചാനലൊക്കെ കയ്യിലുണ്ടായിട്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ആരോടൊക്കെയോ ചെയ്യുന്ന ഒരു തെറ്റ് പോലെയോ, ഇത്രയൊക്കെ മനസ്സിൻ്റെ അകത്ത് നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ടും അതൊന്നും ഷെയർ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടമോ എന്തൊക്കെയോ എന്നെ ഒരുമാതിരി ഹോണ്ട് ചെയ്യുന്നത് പോലെ. അത് കാരണം അതുകൊണ്ടാണ് ഞാനിതിപ്പം പറയാനൊരുങ്ങുന്നത്. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടന്ന സംഭവം തന്നെയാണ്. ഒരു അമ്മയും 2 പെൺകുഞ്ഞുങ്ങളും കൂടെ കെട്ടിപ്പിടിച്ച റെയിൽവേ ട്രാക്കിൻ്റെ നടുക്ക് കയറി നിന്നതും ആ ലോക്കോ പൈലറ്റിനെ വരെ കരയിപ്പിക്കുന്ന പോലുള്ള സങ്കടങ്ങളൊക്കെ ഉണ്ടായത് നമ്മളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. ഞാൻ സാധാരണ ഇങ്ങനത്തെ ന്യൂസുകളൊന്നും കാണത്തില്ല, എനിക്ക് ഒത്തിരി വിഷമം വരും. അത് കാരണം ഞാൻ ഇങ്ങനെയുള്ള ന്യൂസുകളൊന്നും പെട്ടെന്ന് കാണത്തില്ല. ഇപ്പോൾ ഈ തിരുവനന്തപുരത്തേതായാലും ഇന്നലെ ഒരു കുഞ്ഞിൻ്റെ കാര്യം ഈ കോഴിക്കോട് സൈഡും കണ്ടതാണ്. ഇതൊന്നും ഞാൻ വ്യക്തമായിട്ട് ഇതുവരെയും കണ്ടിട്ടില്ല. കാരണം എന്നെ അത് വല്ലാതെ അങ്ങ് എൻ്റെ മനസ്സിലങ്ങ് ആഴത്തിലിതാകും. അതുകൊണ്ട് എനിക്കത് കാണാനുള്ളതൊന്നും, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ ബാധിക്കുന്നത് എനിക്ക് ഒരു ശകലം പോലും. ഇപ്പം തിരുവനന്തപുരത്ത് അതും ഒരു കൊച്ചു ചെറുക്കനല്ലേ എല്ലാം ചെയ്തേക്കുന്നത്, അവൻ്റെ ജീവിതവും തീർന്നില്ലേ. എന്താണ് അതിനകത്തൊക്കെ നടന്നതെന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. പക്ഷെങ്കിൽ ഞാൻ അങ്ങനെയുള്ളത് കൂടുതൽ കാണത്തില്ല, ആഴത്തിൽ കാണത്തില്ല. ടി വിയിലായാലും ഞാനിങ്ങനെ മേളിൽ ഹെഡിങ് കണ്ടിങ്ങനെ അങ്ങ് പോകത്തേ ഉള്ളൂ. പിന്നെ യൂട്യൂബിൽ കാണുമ്പോഴാണെങ്കിലും ഉടനെ അങ്ങ് പോകും. പക്ഷേ ഞാൻ ഇന്ന് ഈ വിഷയം ഞാൻ 2 വീഡിയോ കണ്ടു. മറുനാടൻ മലയാളിക്കകത്ത് ഇന്നലെ ഇന്നുമായിട്ടാണോ അത് ഇന്ന് തന്നെ 2 എണ്ണം കണ്ടപ്പോഴെനിക്ക് കൂടുതൽ കുറച്ചുകൂടെ ഇതിനെക്കുറിച്ച് എന്താ സംഭവിച്ചതെന്നൊക്കെ ഒന്ന് അറിയാൻ പറ്റിയത്. ഞാൻ സാധാരണ കാണുന്നതല്ല, ഇതെന്തോ എനിക്കത് കാണാൻ തോന്നി, കേൾക്കാൻ തോന്നി, ഞാനങ്ങ് കേട്ടു. അയ്യോ, എന്ത് ആഗ്രഹിച്ച് ജീവിച്ചവരായിരിക്കും, ജീവിതം തുടങ്ങിയവരായിരിക്കും ആ കുഞ്ഞുങ്ങളും ആ അമ്മയൊക്കെ. ആ കുഞ്ഞുങ്ങൾക്ക് എന്തെല്ലാം സ്വപ്നങ്ങൾ കാണുമായിരുന്നു. അതെല്ലാം ഒരു ദിവസം കൊണ്ട്, ഒരു നേരം കൊണ്ട് അവർ ഉപേക്ഷിക്കണമെങ്കിൽ അവരുടെ മനസ്സിനെ എന്തുമാത്രം അവർ അനുഭവിച്ചിട്ടുണ്ടാവും. മനസ്സിനെ അവർ അങ്ങേയറ്റം വെറുത്ത് അവരെ കൊണ്ട് ഇനി പറ്റില്ല എന്നൊരവസ്ഥ വന്നപ്പോഴല്ലേ അവർ മരിക്കാൻ തീരുമാനിച്ചത്. ആ കുഞ്ഞുങ്ങളും അതിൻ്റെ കൂടെ നിന്നില്ലേ, മരിച്ചേക്കാന്നത്. അവർക്കും വയ്യ, ജീവിക്കാൻ വയ്യ, കുഞ്ഞുങ്ങൾക്കും ജീവിക്കാൻ വയ്യ എന്നൊരു അവസ്ഥ ഉണ്ടാക്കിയത് ആരാണ്? ഒരു സ്ത്രീ ജീവൻ എടുക്കുക എന്നൊക്കെ പറയുമ്പോഴേ അവരുടെ അവസാനത്തെ അത്താണി ഇല്ല എന്ന് തോന്നുമ്പോഴല്ലേ, ഇനിയും പറ്റില്ല, ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ വരുമ്പോഴല്ലേ അവർ ജീവൻ എടുക്കുക. ഒരു സ്ത്രീക്ക് മരിക്കാൻ പറ്റും, പക്ഷെ ഒരു അമ്മയ്ക്ക് മരിക്കാൻ പറ്റത്തില്ല. അതും തൻ്റെ കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച്. ഒരു കുഞ്ഞുങ്ങളെ കൊല്ലാൻ പറ്റില്ല, അമ്മമാർക്ക് പറ്റത്തില്ല. ഒരു സ്ത്രീയാണെങ്കിൽ ചിലപ്പം മരിച്ചെന്നിരിക്കാം. പക്ഷെങ്കിൽ ഒരു കുഞ്ഞുങ്ങൾ ആയി കഴിയുമ്പം ആ കുഞ്ഞുങ്ങളെ വിട്ടിട്ട് പോവുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും 90% അമ്മമാരും അങ്ങനെ ഒരു കടുങ്കൈ ചെയ്യാൻ ശ്രമിക്കത്തില്ല. എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്കാനേ ശ്രമിക്കുകയുള്ളൂ. ഇവരും അങ്ങനെ ഒരുപാട് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. അവരുടെ കഴിവിൻ്റെ അങ്ങേയറ്റം അവർ ട്രൈ ചെയ്തിട്ടുണ്ടാവും. ഈ രക്ഷയില്ലാന്ന് തോന്നിയപ്പോഴാണ് അവരിതൊക്കെ ചെയ്തത്. പുരുഷന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ ഉപേക്ഷിച്ചത് നിങ്ങൾ ജീവിതത്തിലിടയിൽ കൂടെ കൂട്ടിയ ഒരു സ്ത്രീയെ മാത്രമല്ല. നിങ്ങൾ ഉപേക്ഷിച്ചതല്ല, നിങ്ങൾ ഉപേക്ഷിക്കുന്നത്. നിങ്ങളുടെ കൂടെ വരുമ്പോൾ ആ സ്ത്രീക്ക് മക്കളുണ്ടായിരുന്നില്ല. നിങ്ങളുടെ കൂടെ വന്ന ശേഷം ഉണ്ടായ കുഞ്ഞുങ്ങളാണ് അവർ. നിങ്ങളുടെ കുഞ്ഞുങ്ങളാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ചേർത്താണ് നിങ്ങൾ ഉപേക്ഷിച്ചത്. ആ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കത്തിന് വകയില്ലാതെ, ആ കുഞ്ഞുങ്ങൾക്ക് വസ്ത്രത്തിന് വകയില്ലാതെ, അതുങ്ങളെ ദിവസവും സ്കൂളിൽ വിടാൻ കഴിയാതെ, അതുങ്ങൾക്ക് സോപ്പിന് വകയില്ലാതെ, എണ്ണയ്ക്ക് വകയില്ലാതെ ആ അമ്മ കഷ്ടപ്പെട്ട അവസ്ഥയിൽ ആ കുഞ്ഞുങ്ങളും ചേർന്ന് കഷ്ടപ്പെട്ടതുകൊണ്ട് അമ്മയും മരിക്കാമെന്നവർ പറഞ്ഞു. അവരും മരിക്കാൻ സന്നദ്ധരായല്ലേ അവിടെ നിന്നത്, അല്ലാതെ ഓടിപ്പോയില്ലല്ലോ. ആ അമ്മയ്ക്ക് ആ മരണത്തിൻ്റെ മധ്യത്തിൽ ഈ കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഓടിപ്പോകാം, പക്ഷെ അവർ പോയില്ലല്ലോ. അമ്മയുടെ കൂടെ അവർ നിന്നു. കാരണം ഇനി അവർക്ക് ഒരു സ്റ്റെപ്പും മുന്നോട്ട് വെക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ വന്നതുകൊണ്ട്.
നിങ്ങളിലുണ്ടായ കുഞ്ഞുങ്ങളാണവർ. നിങ്ങൾ കാശ് കൊടുത്തെങ്കിലെങ്കിൽ പിന്നെ അവരെങ്ങനെ ജീവിക്കും? അവരുടെ അമ്മ ജോലിക്ക് പോകണ്ടെന്ന ഒരു നിയമവും നിങ്ങൾ വെച്ചു. അല്ലെങ്കിൽ അവരെന്തുകൊണ്ട് ജോലിക്ക് പോയില്ല? അവർ BSc നേഴ്സാണെന്നല്ലേ പറഞ്ഞത്? അവരൊരു നേഴ്സായിരുന്നു, അവർ ജോലി ചെയ്തിട്ടുണ്ടാവും. ഒരു പക്ഷേൽ നിങ്ങളെക്കാട്ടി വിദ്യാഭ്യാസം കൂടുതലുള്ള, നിങ്ങളെക്കാട്ടി കൂടുതൽ ശമ്പളം വാങ്ങാൻ പ്രാപ്തി ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വീട്ടിൽ അവരുടെ ജീവിതം ഹോമിക്കപ്പെട്ടത്. ജോലിക്ക് പോയിരുന്നത് നിങ്ങളെക്കാട്ടിലും വലിയ സ്ഥാനത്ത് അവരായിരുന്നിരിക്കും. നിങ്ങളെക്കാട്ടിൽ ഉള്ള സ്ത്രീ ആയിരുന്നിരിക്കും അവർ. പുരുഷന്മാർക്ക് വിവാഹം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പം ഭാര്യ അത്ര പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന് മെയിൻ കാരണം പരസ്ത്രീ ബന്ധമായിരിക്കും, അല്ലെങ്കിൽ മദ്യപാനം, അല്ലെങ്കിൽ കഞ്ചാവ്, അതുപോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും അവർ ഈ സ്ത്രീകളുമായിട്ട് ഭാര്യമാരുമായിട്ട് അകലുന്നതിന് കാരണം. അല്ലെങ്കിൽ എന്താ മനുഷ്യർ തമ്മിൽ പറഞ്ഞ് പരിഹരിക്കാൻ പറ്റാത്ത എന്ത് പ്രശ്നമാണ് ഉള്ളത്? ഇങ്ങനെയുള്ള മനുഷ്യരെയൊക്കെ കാണുമ്പോൾ മൃഗങ്ങൾ എത്രയോ ഭേദം. എന്ത് സ്നേഹമാണ് മൃഗങ്ങൾക്ക്. മാതാപിതാക്കളോട് പറയാനുള്ളത്, ഇപ്പം ഡൗരിയൊന്നും ഇപ്പം ഇല്ല. അപ്പോൾ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ കള്ളത്തരത്തിൽ കൂടെ ആരെയും അറിയിക്കാതെ രഹസ്യമായിട്ടാണ് പൈസയും സ്വർണവും ഒക്കെ കൊടുക്കുന്നത്. ഈ രഹസ്യത്തിൽ കൊടുക്കുന്നതൊന്നും കണക്കിലുണ്ടാവില്ല. പിന്നീട് അവർ വന്ന് വീട്ടിൽ നിന്നാലും നിങ്ങൾക്ക് ചോദിക്കാനുള്ള റൈറ്റ്സും ഇല്ല. കാരണം പരസ്യമല്ല, ആർക്കും അറിയത്തില്ല, ഇതെല്ലാം സീക്രട്ടാണ്. എന്നിട്ട് നിങ്ങൾ മക്കൾക്ക് വീതം കൊടുക്കുകയോ അതുമില്ല. നിങ്ങളുടെ ആമക്കളെ പോലെ തന്നെ അവർക്കും ഇല്ലേ? നിങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി അത് വിറ്റെങ്കിലും അതിൻ്റെ കടങ്ങളൊക്കെ വീട്ടിൽ കുഞ്ഞുങ്ങളെ വളർത്തത്തില്ലായിരുന്നു. ജോലി വേണ്ടാന്ന് പറഞ്ഞ് വരുന്നവന് പെണ്ണിനെ കൊടുക്കാതിരിക്കുക. പെൺപിള്ളേർ ജോലി വേണ്ടാന്ന് പറയുന്നവനെ കല്യാണം കഴിക്കാതിരിക്കുക. ജോലി ഇല്ലാതെ എങ്ങനെ ജീവിക്കും? എൻ്റെ ജോലി നിൻ്റെ ജോലി മതിയെങ്കിൽ എൻ്റെയും കൂടെ ഒന്നിച്ചാവുമോ പാസ്ബുക്ക്? വരുമാനം ഒന്നിച്ചാകുമോ? നീ സമ്പാദിച്ചുകൊണ്ട് വരുന്നത് അതേപോലെ നീ ചിലവാക്കുന്നത് പോലെ തന്നെ എനിക്ക് ചിലവാക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. പിന്തുകൊണ്ട് ജോലിക്ക് പോകണ്ടെന്ന് പറയുന്നു. ഇതിൽ പെൺപിള്ളേർക്കും നല്ല കൈയുണ്ട്. ജോലിക്ക് പോകണ്ടെന്നവർ ആദ്യം അങ്ങ് ഒലിപ്പിച്ച് പറയും, ജോലിക്ക് പോകണ്ട, എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിലിരുന്നാൽ മതി, എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കിയാൽ മതി, വീട് കാര്യങ്ങൾ നോക്കിയാൽ മതി. പക്ഷേങ്കിൽ ശമ്പളം ഇല്ല അതിന്. ഇന്നത് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകത്തില്ല. ചില ഫാമിലികൾ തന്നെ ബാധ്യതയാണ്. കാരണം ഒരു സ്റ്റാൻഡേർഡിൽ താഴെയുള്ള ഒരു ജോലിക്ക് ഒരു സ്ത്രീക്ക് പോകാൻ പറ്റത്തില്ല. ചില കുടുംബങ്ങളിൽ നിന്ന് അവർക്ക് നാണക്കേടാകുമോ, ഇവർക്ക് നാണക്കേടാകുമോ, അവരെന്തെങ്കിലും ചിന്തിക്കുമോ, ജോലി ചെയ്യുന്നിടത്ത് നമ്മളെ ആരെങ്കിലും കാണുമോ, ഇങ്ങനെ പല വ്യതകളായിരിക്കും. അങ്ങനെയുള്ള സ്ത്രീകൾ ഇങ്ങനെ നശിച്ചു പോകാനേ പറ്റത്തുള്ളൂ. ഫാമിലിയിൽ സ്റ്റക്കാവുന്ന സ്ത്രീകൾക്ക് ഇങ്ങനത്തെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കാരണം ഷെയർ ചെയ്യാൻ അവർക്ക് ആളില്ല. ഷെയർ ചെയ്താലും ഹെൽപ്പ് ചെയ്യാൻ ആളില്ല. കാരണം ഈ ഷെയറിങ് മുഴുവൻ ഇതേ ക്വാളിറ്റിയിൽ ഇതേ ലെവലിൽ ജീവിക്കുന്ന ആൾക്കാരുമായിട്ടായിരിക്കും. ജോലിയില്ലാത്തവരും വരുമാനം ഇല്ലാത്തവരും ഒക്കെ ചുറ്റുപാടുള്ളവരുമായിട്ടായിരിക്കും കൂടുതലും ഇവർക്ക് അടുത്ത് പെരുമാറാൻ പറ്റുന്നത്. അങ്ങനെയുള്ള ആൾക്കാരോട് ഷെയർ ചെയ്തിട്ട് എന്ത് പ്രയോജനം? അതേസമയം ഒരു ജോലിക്ക് പോകുന്ന വ്യക്തിയാണെങ്കിൽ ജോലിക്ക് പോകുന്നിടത്ത് പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. സാമ്പത്തികമായിട്ട് കൂടുതലുള്ളവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. ഷെയറിങ് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിലുള്ളത് ഷെയർ ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ഒരു വിഷമം കാണുമ്പോൾ എന്താ നിനക്ക് വിഷമം എന്ന് ചോദിക്കാൻ ആളുണ്ടാവും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമ്പം നമ്മുടെ പ്രശ്നങ്ങൾ അറിയുമ്പോൾ ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ടാവും. ഒന്നുമല്ല, കടം തരാനെങ്കിലും ആരെങ്കിലും ഉണ്ടാവും. മനസ്സ് തോന്നി നമുക്ക് കടം തരും. ജോലിയില്ലാത്ത ഒരു സ്ത്രീക്ക് എന്ത് ധൈര്യത്തിൽ ആൾക്കാർ കടം കൊടുക്കും? ജോലിയുള്ള സ്ത്രീകൾ തികച്ചും വ്യത്യസ്തരാണ്. കാരണം അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ട്. അവർ പലതരത്തിലുള്ള ആൾക്കാരെ കണ്ട് ജീവിക്കുന്നവരാണ്. പലരുടെയും അനുഭവങ്ങൾ അവർ കേൾക്കുന്നുണ്ടാവും. ഒന്നും അല്ലെങ്കിൽ അവർക്ക് ഒന്ന് കൈ കാണിച്ച് വിടാനെങ്കിലും ഒരാളുണ്ടാവും. പിന്നെ മാതാപിതാക്കൾ പെൺകുഞ്ഞുങ്ങളെ അവർ ജീവിച്ചിരിക്കുന്നവരെ കളയരുത്, ഉപേക്ഷിക്കരുത്. എപ്പോഴും ഒരു കൈത്താങ്ങായിരിക്കണം. ലവ് മാരേജ് ചെയ്തോ ഓടിപ്പോയോ ഇറങ്ങിപ്പോയോ ഇതൊക്കെ അവരാരും നിൻ്റെ ഇഷ്ടത്തിന് പോയതല്ലേ, നിൻ്റെ ഇഷ്ടത്തിന് കല്യാണം കഴിച്ചല്ലേ, നീ അനുഭവിച്ചു, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇഷ്ടത്തിന് പോവുക എന്ന് പറഞ്ഞാൽ അവർ ഈ നശിച്ചു പോകണമെന്ന് കരുതിയല്ല പോകുന്നത്. അവരൊരു സന്തോഷമായ ജീവിതം തേടി തന്നെയായിരിക്കും പോയിരിക്കുന്നത്. പോകുന്നിടത്ത് അങ്ങനെ ആയിപ്പോകുന്നു. ഇപ്പം നിങ്ങളെ വിവാഹം കഴിച്ചാണ് അയക്കുന്ന ബന്ധങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ അങ്ങനത്തെ ബന്ധങ്ങളാണ് ഇങ്ങനെ ഈ അവസ്ഥയിലാവുന്നത്.
അതുകൊണ്ട് തൻ്റെ പെൺമക്കൾ വന്നാൽ കിടക്കാൻ ഒരു മുറി നമ്മുടെ വീട്ടിലുണ്ടാവണം. എല്ലാവരും കിടന്നു കഴിഞ്ഞ ശേഷം, എല്ലാവരും ഉറങ്ങിയ ശേഷം സോഫയുടെ മൂലയിലോ അടുക്കളയുടെ മൂലയിലോ അല്ലെങ്കിൽ ഹാളിൽ ഒരു പാവിരിച്ചോ അല്ല, അവർക്ക് വന്നാൽ കിടക്കാൻ ഒരു മുറി നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒരുക്കിയിരിക്കണം. എൻ്റെ മോളുടെ ഏതായാലും 2 മക്കളെ ഇന്നുള്ളൂ, കൂടുതലൊന്നുമില്ല. എൻ്റെ മോൾക്കുള്ള മുറിയാണിത്. അവൾക്ക് എപ്പോൾ വേണം എപ്പോൾ വന്നാലും ഈ വീട്ടിലൊരു സ്ഥാനമുണ്ട് എന്ന് അവർക്ക് അവരോട് നിങ്ങൾ പറയാതെ പറയുന്ന പോലെ ആയിരിക്കും അത്. അതേപോലെ വസ്തു വീതം വെക്കുമ്പോൾ ഒരു 5 സെൻറ്റ് ഏതെങ്കിലും ഒരു മൂലയിൽ നിൻ്റെ മോക്ക് വേണ്ടി അവിടെ ഇട്ടേരോ. ഏതെങ്കിലും ഒരു കാട് മതി, ഒരു പൊട്ടക്കാടായാലും. വീതം ഈക്വലി കൊടുക്കുന്നത് വേറെ, പക്ഷെങ്കിൽ കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ നീ ഒരു പൊട്ടക്കാടെങ്കിലും ഒരു 5 സെൻറ്റ് നിൻ്റെ മകൾക്കാണെന്ന് പറഞ്ഞാൽ അത് അവിടെ കിടന്നോട്ടെ. ഇതൊക്കെ എൻ്റെ മനസ്സിനകത്തുനിന്ന് അങ്ങ് തികട്ടി വന്ന കാര്യങ്ങളാണ്. ഇത്രയെങ്കിലും പറയാതിരുന്നാൽ ഞാനൊരു അമ്മയായിട്ടോ ഒരു സ്ത്രീയായിട്ടോ ഒരു മകളായിട്ടോ ഇരുന്നിട്ട് ഒരർത്ഥമില്ലെന്ന് തോന്നിയോണ്ട് പറഞ്ഞതാണ്. ഈ പറയാൻ ഉള്ള ഒരു ചാൻസ് ഇപ്പോൾ ഇതിൽ കൂടെ ഉള്ളതുകൊണ്ട് ഇത് കേൾക്കുന്ന ആരെങ്കിലും പെൺകുഞ്ഞുങ്ങൾക്ക് മനസ്സ് തോന്നി ജോലിയില്ല എന്ന് പറഞ്ഞ് ജോലിക്ക് പോകാതിരിക്കുന്ന ഒരു അഭിമാനവും, ഞാൻ ജോലിക്ക് പോകത്തില്ല, അതൊന്നും ഒരു കാര്യമല്ല. ഒരു പ്രശ്നത്തോട് അടുക്കുമ്പോഴായിരിക്കും നമ്മൾ ജോലി ചെയ്യാതിരുന്നതിൻ്റെ കുഞ്ഞു 14 വർഷം ജോലിക്ക് പോകാതിരുന്നതുകൊണ്ടാണ് ജോലി കിട്ടാതിരുന്നത്. അത് ചില സ്ഥാപനങ്ങളുടെ നിബന്ധനകളാണ്. നേഴ്സസിനെ ഒന്നും അങ്ങനെ എടുക്കത്തില്ല. അവരൊക്കെ ഒരു വർഷം അവരുടെ സർവീസ് പീരീഡ് ഇല്ലെങ്കിൽ തന്നെ അതിന് ഒരു നെഗറ്റീവാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഹെൽപ്പ് ചെയ്യാമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം, ഏതെല്ലാം രീതിയിൽ ഹെൽപ്പ് ചെയ്യാം. പക്ഷേങ്കിൽ അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. നമ്മൾ ജോലിക്ക് പോയിരിക്കണം. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ ജോലിക്ക് പോയിരിക്കണം. നമ്മൾ എന്തിനും പാത്രം കഴുകി കിടക്കേണ്ട ആൾക്കാരല്ലല്ലോ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഒരു 100 പേരെങ്കിലും ഈ വീഡിയോ കാണുമായിരിക്കും. ഏതെങ്കിലും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജോലി വേണ്ട എന്ന് പറയുന്നവരെ കല്യാണം കഴിക്കാതിരിക്കുക. ജോലി വേണ്ടാതെ ജോലി ഇല്ലാതെ എങ്ങനെ ജീവിക്കുന്നതെന്ന് അപ്പം നിങ്ങൾ ചോദിക്കുക. എൻ്റെ ശമ്പളം കൊണ്ട് ജീവിക്കാം എന്ന് പറയുന്നവരോട് വേണ്ട, നോ, നിൻ്റെ ശമ്പളം കൊണ്ട് ഞാൻ ജീവിക്കുന്നില്ല, ഞാൻ എൻ്റെ ശമ്പളം കൊണ്ട് ജീവിച്ചോളാം എന്ന് പറയാനുള്ള തൻ്റെ ഇടം ഉണ്ടായിരിക്കണം. ജോലി ചെയ്യണം, ജോലി ചെയ്യാതിരിക്കരുത്. ഇത് വലിയ ജോലി ആയാലും ശരി, ചെറിയ ജോലി ആയാലും ശരി. 1000 രൂപയെ ഇന്നത്തെ കാലത്ത് ഏതൊരു ചെറിയ ജോലിക്ക് പോയാലും 500 രൂപ കിട്ടും, ഇല്ലേ? 500 രൂപയുള്ളതിൽ ഒരു ദിവസം 500 രൂപ എന്ന് പറയുമ്പോൾ ഒരു മാസം 15,000 രൂപയുണ്ട്. അത് വലിയൊരു തുകയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മൾ സ്ത്രീകൾ ബുദ്ധിമതികളായിട്ട് ജീവിക്കുക. നമ്മളെ ഒരാൾ കഷ്ടപ്പെടുത്തുന്നെന്നോ നമ്മളെ ഒരാൾ ചതിച്ചെന്നോ ഏമാത്തുന്നെന്നോ പറയാതെ നമ്മൾ ഏമാറാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്ന് ഞാൻ ടൈലറിങ് വീഡിയോ എടുത്തതായിരുന്നു. ബ്ലൗസ് അത് ഞാൻ ഇടുന്നില്ലെന്ന് തീരുമാനിച്ചതാണ് ഇത് പറയാൻ വേണ്ടി. അപ്പം ഓക്കെ, എൻ്റെ മനസ്സിൻ്റെ ഭാരവും കുറച്ച് ഇറങ്ങി. നിങ്ങൾക്കും ആർക്കെങ്കിലും ഇതൊരു അഡ്വൈസായിട്ടൊക്കെ തോന്നുന്നെങ്കിൽ നിങ്ങൾ കുറച്ചെങ്കിലും പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ കുറച്ചെങ്കിലും ബുദ്ധിയോടെ ജീവിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ.